السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد. ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതാണ്. അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യീന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എനിക്ക് മുമ്പ് കഴിഞ്ഞുപോയ അമ്പിയാക്കളും പറഞ്ഞ വാക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റാണെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മഹത്വം നിരവധി ഹദീസുകളിലൂടെ വന്നിട്ടുള്ളതാണ്. മഹാനായ ഇമാം മുഹമ്മദ് റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ അംർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഇന്ന നബിയല്ലാഹി നൂഹൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ലമ്മാ ഹളറത്തുഹുൽ വഫാത്തു, മഹാനവറുകൾക്ക് വഫാത്ത് ആസന്നമായപ്പോൾ, മരണമാസന്നമായപ്പോൾ, ഖാലലി അബീഹി, തൻ്റെ മകനെ വിളിച്ചുകൊണ്ട് ആ മകനോട്, ഇന്നി ഖാസിൻ അലൈക്കൽ വസിയ്യ, മോനെ നിന്നോട് മാത്രം പ്രത്യേകമായൊരു വസിയത്ത് എനിക്ക് പറയാനുണ്ട് എന്ന് പറഞ്ഞ് വളരെ ഗൗരവത്തോടുകൂടെ മഹാനവറുകൾ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മകന് നൽകുന്ന പ്രധാനപ്പെട്ട രണ്ട് വസിയത്തുണ്ട്. മഹാനവറുകൾ പറയുക, ആമുറുക ബി ഇൻസനത്തൈനി, രണ്ട് കാര്യങ്ങൾ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു, അത് നിൻ്റെ ജീവിതത്തിൽ നീ പകർത്തണം, നീ കൃത്യമായി അത് നിൻ്റെ ജീവിതത്തിൽ കൊണ്ടു നടക്കണം. വഅൻഹാക അനിസ്നത്തൈനി, രണ്ട് കാര്യങ്ങളിൽ നിന്ന് വെടിയാൻ വേണ്ടി നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു മോനെ, ആ രണ്ട് കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായും നീ മാറി നിൽക്കുകയും വേണം എന്ന് പറഞ്ഞുകൊണ്ട് മഹാനവറുകൾ പറയുന്നു, ആമുറുക ബിലാ ഇലാഹ ഇല്ലല്ലാഹ്, നിന്നോട് ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലാൻ പതിവാക്കാൻ വേണ്ടി നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു. കാരണം ഫഇന്ന സമാവാതി സബ്അ വൽ അർളീന സബ്അ, 7 ആകാശവും 7 ഭൂമികളും ലൗ വുളിഅതി ഫീ കിഫത്തിൻ, തുലാസിൻ്റെ ഒരു ഭാഗത്തും, വവുളിഅതി ലാ ഇലാഹ ഇല്ലല്ലാഹു ഫീ കിഫ, തുലാസിൻ്റെ മറ്റേ ഭാഗത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റും വെച്ച് കഴിഞ്ഞാൽ, റജഹത്ത് ബിഹിന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ ആകാശഭൂമികൾ അതുള്ള സർവ്വവസ്തുക്കളെക്കാളെല്ലാം ഭാരമേറിയതായി അള്ളാഹുവിനടുക്കൽ അന്ത്യനാൾ ഏറ്റവും കൂടുതൽ ഭാരമുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റിനാണ്. ലോകത്തുള്ള സർവ്വ വസ്തുക്കളെക്കാളെല്ലാം ഏറ്റവും വലിയ മഹത്വം, വലിയ പ്രതിഫലം കിട്ടുന്ന ഒന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് നീ നിൻ്റെ ജീവിതത്തിൽ പതിവാക്കി ചൊല്ലണം. പതിവാക്കി ചൊല്ലിയാൽ നമുക്ക് അവസാന സമയത്തും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ചൊല്ലിച്ച് മരിക്കാൻ അത് നമുക്ക് സഹായകമാകും. അതുകൊണ്ട് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്ർ ധാരാളം നാം ചൊല്ലിക്കൊണ്ടേ ഇരിക്കണം. അത് ചൊല്ലുക വഴി നമ്മുടെ ഈമാൻ ശക്തിപ്പെടുമെന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വീണ്ടും പറഞ്ഞു, വലോ അന്ന സമാവാതി സബ്അ വൽ അർളീന സബ്അ കുന്ന ഹൽഖത്തൻ മുബ്ഹമത്തൻ ഖസമത്തുഹുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ ആകാശഭൂമികൾ മുഴുവനും അതിനെ പൊടിപൊടിയാക്കാൻ മാത്രം ശക്തി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റിനുണ്ട്. അഥവാ ഭൗതികമായ ലോകത്തുള്ള സർവ്വ സുഖാഡംബരങ്ങളെക്കാളെല്ലാം ഇതിനേക്കാളെല്ലാം ഏറ്റവും ഗൗരവമുള്ളത്, ഏറ്റവും ശക്തിയുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റിനാകുന്നു. അതുകൊണ്ട് നീ മോനെ ഈ ദിക്ർ നീ പതിവാക്കണം. മറ്റൊന്ന് മഹാനവറുകൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നുള്ള തസ്ബീഹ് തഹ്മീദ് ഇത് നിന്റെ ജീവിതത്തിൽ നീ പതിവായി കൊണ്ടു നടക്കണം. ഫഇന്നഹാ സ്വലാത്തു കുല്ലി ഷൈ, കാരണം ഇത് സർവ്വ വസ്തുക്കളുടെയും നിസ്കാരമാണ്. അള്ളാഹുവിൻ്റെ തസ്ബീഹ് ചൊല്ലുക, തഹ്മീദ് ചൊല്ലുക എന്നുള്ളത് മനുഷ്യൻ മാത്രമല്ല, ജിന്നുകൾ മാത്രമല്ല. യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ സർവ്വ വസ്തുക്കളും അള്ളാഹു തആലക്ക് തസ്ബീഹ് ചൊല്ലുമെന്ന് ഖുർആൻ പറഞ്ഞല്ലോ. ഈ തസ്ബീഹ് വബിഹാ യുർസുഖുൽ ഖൽഖ്, ഇതുകൊണ്ടാണ് സൃഷ്ടികൾക്കെല്ലാം അള്ളാഹു തആല ആഹാരം നൽകുന്നത്, ഭക്ഷണം നൽകുന്നത്. ഈ ദിക്റിൻ്റെ ബറക്കത്ത് കൊണ്ടാണ് ലോകത്തുള്ള സർവ്വ വസ്തുക്കളും അള്ളാഹു തആലക്ക് തസ്ബീഹ് ചൊല്ലുന്നത് കൊണ്ട്, തഹ്മീദ് ചൊല്ലുന്നത് കൊണ്ടാണ് ലോകത്തുള്ള എല്ലാ വസ്തുക്കൾക്കും അള്ളാഹു തആല യഥേഷ്ടം ഭക്ഷണം നൽകുന്നത്. നീ അതുകൊണ്ട് മോനെ ഇവ പതിവാക്കണമെന്ന് മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മകനോട് നൽകിയ വലിയ ഉപദേശത്തിൽ കാണാൻ കഴിയും. അതിൻ്റെ പുറമെ നാവ് കൊണ്ട് ചൊല്ലാൻ ഏറ്റവും എളുപ്പമുള്ളതും മീസാൻ തുലാസിൽ ഏറ്റവും കൂടുതൽ ഭാരമുള്ളതും സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം എന്നാണ് സ്വഹീഹായ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഇതും പതിവാക്കാൻ നമുക്ക് സാധ്യമാകണം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.